പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സംവിധായകൻ ഹരിഹരൻ സംവിധാനം ചെയ്ത കുറേ കോമഡി സിനിമകളുണ്ട്. അതിനെക്കുറിച്ച് പറയണമെന്ന് ജയരാജ് എന്ന സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു. ജയരാജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രിയദർശൻ വരുന്നതിന് മുന്നേ ഹരിഹരനാണ് തുടക്കം കുറിച്ചത് കോമഡി സിനിമ. നസീർ ഹരിഹരൻ കോംബോ ആണ് കോമഡി സിനിമകൾ ആദ്യമായിട്ട് ഇറങ്ങിയത്. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ അതിന് മുന്നേ ഹരിഹരന് മുന്നേ AB രാജാണ് ഇത് തുടക്കം കുറിച്ചത്. AB രാജിൻ്റെ ശിഷ്യനാണ് ഹരിഹരൻ. അപ്പോൾ AB രാജിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടായിരിക്കും ഹരിഹരൻ പിന്നീട് കോമഡി സിനിമ എടുക്കാൻ തുടങ്ങിയത്. അതായത് AB രാജിൻ്റെ കോമഡി സിനിമകൾ നസീറിൻ്റെ ആദ്യം പറയാം. നസീർ AB രാജ് കൂട്ടുകെട്ടിൻ്റെ കോമഡി സിനിമ ആദ്യം പറയാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പടമാണ് കണ്ണൂർ ഡീലക്സ്. അതൊരു CID ഫിലിമാണെങ്കിലും ഫുൾ ടൈം കോമഡിയാണ്. അതിൽ കോമഡിക്ക് തുടക്കം കുറിക്കുന്നത് ഒരു മുഴുനീള കോമഡി. അതിനു മുൻപ് കോമഡി സിനിമകൾ ഭാഗികമായിട്ടുണ്ടായിട്ടുണ്ട്. മുഴുനീള കോമഡി തുടങ്ങുന്നത് ഹരിഹരൻ വരുന്നത് ലേഡീസ് ഹോസ്റ്റൽ മുതൽ നിന്നാണ്. പക്ഷേ അത് ശരിയല്ല. AB രാജാൻ തുടക്കം കുറിച്ചത് കണ്ണൂർ ഡീലക്സ് മുതൽ. അതിൽ നസീർ AB രാജിൻ്റെ കൂട്ടുകെട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു പടം കണ്ണൂർ ഡീലക്സ്. തൈപ്പൂയ കവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം, മനസ്സിൻ്റെ അമ്പലത്തിൽ തേരോട്ടം, അല്ല അതിൽ പാട്ടാണ്. പിന്നെ AB രാജിൻ്റെ കുറേ പടങ്ങളുണ്ട്. നമുക്ക് ആദ്യം AB രാജ് നസീർ കൂട്ടുകെട്ടിൻ്റെ കോമഡി സിനിമകൾ പറയാം. പിന്നെ മറുനാട്ടിലൊരു മലയാളി, തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയുള്ള കോമഡി, നസീർ വിജയശ്രീ. കണ്ണൂർ ഡീലക്സ് നസീർ ഷീലയാണ്. മറുനാട്ടിൽ ഒരു മലയാളി കോമഡി, മുഴുനീള കോമഡിയാണ്. അതിനിടയിൽ ഫൈറ്റെല്ലാം വരും കോമഡി സിനിമയിൽ. പിന്നെ AB രാജിൻ്റെ തന്നെ സംഭവമി യുഗേ യുഗേ, നസീർ ഉമ്മർ അടൂർവാസി, ഫുൾ ടൈം കോമഡിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കുറേ കഴിഞ്ഞിട്ടാണ് ഹരിഹരൻ്റെ സിനിമ വരുന്നത്. ഈ സമയത്തൊന്നും ഹരിഹരൻ സംവിധാനം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വിജയശ്രീ തന്നെ അതിൽ നായിക. ലോട്ടറി ടിക്കറ്റ് AB രാജിൻ്റെ കോമഡി ഫിലിമാണ്. നസീർ AB രാജ്. പൂമിഴിയാൽ പുഷ്പാഭിഷേകം, കളമൊഴിയാൽ പുളകാഭിഷേകം എന്നുള്ള പാട്ടായാലും. പിന്നെ അടൂർവാസി പാടുന്നൊരു പാട്ടുണ്ട് കോമഡി, ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം വാങ്ങിയിടാലോ എന്നുള്ള പാട്ട്. പിന്നെ പച്ചനോട്ടുകൾ AB രാജിൻ്റെ കോമഡി ഫിലിമാണ്. നസീർ വിജയശ്രീയാണ്. അതുകൂടാതെ ഫുട്ബോൾ ചാമ്പ്യൻ കോമഡി ഫിലിമാണ്. ഗോപി ചന്ദന കുറിയണിഞ്ഞു, ഗോപസിയായവൾ മുന്നിൽ വന്നു, ഗോപകുമാരൻ്റെ തിരുമുന്നിൽ. ദക്ഷിണമൂർത്തിയാണ്. പിന്നെ AB രാജ് നസീർ സാറിൻ്റെ കൂട്ടുകെട്ടിലുള്ള പിന്നെ ഒരു കോമഡി ഫിലിമാണ് ലൈറ്റ് ഹൗസ്. അത് കോമഡി ഫിലിമാണ്. പിന്നെ ചിരിക്കൊടുക്കുക ഇവർ അവസാനമായിട്ട് നസീർ AB രാജിൻ്റെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ കോമഡി ഫിലിമാണ് ചിരിക്കൊടുക്കുക. ചിത്രകന്യകേ നിൻമുഖം കാണുമ്പോൾ ചിന്തക്ക് ചിറകുകൾ വിരിയുന്നു, എൻ്റെ ചിന്തക്ക് ചിറകുകൾ വിടരുന്നു വിടരുന്നു. അടിപൊളി പാട്ടല്ലേ. പിന്നെ ഇതൊക്കെ AB രാജ് നസീർ സാറിൻ്റെ കോമഡി ഫിലിം. അതിന് ശേഷമാണ് പിന്നെ ഹരിഹരൻ, പിന്നെ AB രാജിന് ശേഷമായി അല്ലെ ചിരിക്കൊടുക്കൊക്കെ ശേഷമല്ല, അതിന് മുമ്പേ ലേഡീസ് ഹോസ്റ്റലിൽ വന്നിരുന്നു. പക്ഷേ കണ്ണൂർ ഡീലക്സിൽ ലേഡീസ് ഹോസ്റ്റലിന് മുന്നേ ഉള്ള പടം, മറുനാട്ടിലെ ഒരു മലയാളി, സംഭവം വിവേകൽ, അതിന് മുന്നേ ഉള്ള. ഞാൻ AB രാജിന് ലാസ്റ്റ് പടം പറഞ്ഞാൽ ചിരിക്കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഹരിഹരൻ നസീറിൻ്റെ കൂട്ടുകെട്ടിൽ പിന്നെ ജയരാജ് പറഞ്ഞതിനെ കുറിച്ച് പറയാം. ലേഡീസ് ഹോസ്റ്റൽ കോമഡി ഫിലിം. ജീവിതേശ്വരിക്കേകുവാനായി പ്രേമലേഖനമെഴുതി, രാഗപൂർണിമാമേഘപാളിയിൽ ഗാനമെഴുതും രാവിൽ, ഗാനമെഴുതും രാവിൽ.
ഹരിഹരൻ്റെ ഫസ്റ്റ് പടം അതിൽ ബാബുരാജാണ് സംഗീത സംവിധായകൻ. ബാബുരാജിൻ്റെ അവസാനം ബാബുരാജ് ചെയ്തത് ഹരിഹരനെ വേണ്ടിയിട്ടാണ് ഈ ആകാശത്തിൽ. അത് ഹരിഹരൻ്റെ ആദ്യത്തെ പടത്തിൽ ബാബുരാജിൻ്റെ അവസാന പടം ഹരിഹരൻ്റെ പടം. കോളേജുകൾ ബ്ലോക്ക് ബസ്റ്റർ, ലേഡീസ് ഹോസ്റ്റലും ബ്ലോക്ക് ബസ്റ്ററാണ്. കോളേജുകളിൽ ഫുൾ ടൈം കോമഡിയാണ്. നസീർ, അടൂർ വാസി, ബഹദൂർ, പട്ടസാദ്, ശങ്കരാടി, പോൾ വെങ്ങോൽ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പട്ടസാദിൻ്റെ കോമഡി സൂപ്പറാണ്. പിന്നെ നസീർ സാറിൻ്റെ അടിപൊളി പാട്ടാണ് ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖേ നിന്നെ ചന്ദന പല്ലക്കിലേറ്റിടട്ടെ സിന്ദൂരമേഘങ്ങളും അവയ്ക്കും നിന്നെ വിണ്ണിലെ വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖേ എന്നുള്ള പാട്ട്. പിന്നെ ലവ് മാരേജ് കോമഡി ഫിലിമാണ് ഹരിഹരൻ നസീർ. അയലത്തെ സുന്ദരി നസീർ ഹരിഹരൻ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. പിന്നെ അമ്മണി അമ്മാവൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ കുറേ ഓടിയ പാടാണ് അമ്മണി അമ്മാവൻ. ബ്ലോക്ക് ബസ്റ്ററാന്ന് തോന്നുന്നുണ്ട്. രാജസൂയം തെളിഞ്ഞു എൻ്റെ രാജയോഗം തെളിഞ്ഞു രുക്മിണി ഞാൻ നിൻ ഋതുശാന്തി മണ്ഡപത്തിൽ പുഷ്പരഥത്തിൽ വന്നണഞ്ഞു. പിന്നെ ഭൂമിദേവി പുഷ്പണിയായും കോമഡി ഫിലിം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കഥയുണ്ട്. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ എന്നുള്ള പാട്ടയിലാണ്. പിന്നെ ഇത് ഈ സരണിയിൽ അവസാനത്തെ പടം വികടകവി നസീർ ഹരിഹരൻ കൂട്ടുകാട്ടിൻ്റെ കോമഡി ഫിലിമിൽ. ശശികുമാറും കോമഡി ഫിലിം എടുക്കലുണ്ട് അക്കാലത്ത്. പുഷ്പശേരം കോമഡി ഫിലിമാണ്, 2 തൊഴിലാത്ത ചെറുപ്പക്കാരുടെ കഥ. അതുപോലെ പിക്ക് പോക്കറ്റും കോമഡി ഫിലിമാണ്. നസീർ സാറും അടൂർ വാസിയും പോക്കറ്റ് അടിക്കുന്നതും കോമഡി എല്ലാം അതിൽ. പിന്നെ ശശികുമാറിൻ്റെ പാലാഴി മാതനം കോമഡി ഫിലിമാണ്. അതും ഇതന്നെയാണ് നസീർ സാറ് തൊഴിലൊന്നുമില്ല, ഇങ്ങനെ തരികിട. പിന്നെ തുറുപ്പ് കുലാൻ കോമഡി ഫിലിമാണ്. അതായത് നല്ല അടിയുണ്ടാവും, ഇതിൻ്റെ ഇടയിൽ സ്റ്റണ്ടും വരും കോമഡീൻ്റെ ഇടയിൽ. പിന്നെ അച്ചാരം അമ്മണി ഓശാരം അമ്മൻ അടൂർ വാസി സംവിധാനം ചെയ്ത്, അത് നസീർ സാറിൻ്റെ കോമഡി ഫിലിമാണ്. പിന്നെ ചതുർവേദം നസീർ സാറിൻ്റെ കോമഡി ഫിലിമാണ്. പത്മപ്രിയ നായിക, പണ്ടത്തെ തമിഴ്നാടി പത്മപ്രിയ. അത് നസീർ സാർ 4 വേഷം കെട്ടിയിട്ട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പല വേഷത്തിൽ വരുന്നതാണ് കോമഡി ഫിലിം. ഇതൊക്കെ നസീർ സാറിൻ്റെ ഒരുപാട് കോമഡി ഫിലിമുണ്ട്, പക്ഷെ പറയാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ജയരാജ് ആവശ്യപ്പെട്ട ഹരിഹരൻ പറഞ്ഞതുകൊണ്ടാണ് ഹരിഹരന് മുന്നേ തുടങ്ങിയത് AB രാജ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം പ്രിയദർശനിലും പിന്നെ അതിന് ശേഷം വന്നത് പ്രിയദർശൻ വരുന്ന ബാലചന്ദ്ര മേനോന് ശേഷമാണ്. പ്രിയദർശന് മുന്നേ ബാലചന്ദ്ര മേനോൻ കോമഡി ഫിലിം എടുക്കാൻ തുടങ്ങി. ഓക്കെ.